രണ്ട് മൂന്ന് സന്ദർഭങ്ങൾ ഞാൻ ഓർത്തെടുത്ത് പറഞ്ഞോട്ടെ. ഒന്ന്, വസ്ത്രത്തെ അധിക്ഷേപിച്ചു സംസാരിച്ചു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതേ പരസ്യമായി ഒരു സ്ക്രൂട്ടിനി പോലെ ഒരു കാര്യത്തിന് വരുമ്പോൾ അവിടെ കമൻറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവരെയൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്ന് സുരേഷ് കുമാർ പറയുന്നു. ഇത്രയും മോശമായിട്ട് അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക പരസ്പര ബഹുമാനം ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ആദ്യമായിട്ട് പുറത്ത് പറയുന്ന ആൾ സന്ധ്യ തോമസ് ആണോ? ആയിരിക്കാം. പുറത്ത് വന്ന് ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാം പ്രബലരായ ആൾക്കാരാണ്. പണം കൊണ്ടും പ്രതാപം കൊണ്ടും എന്താ പറയുക പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടും എല്ലാം ശക്തരാണ്. അവർക്കെതിരെ ഒരു സ്ത്രീ എങ്ങനെ പ്രതികരിക്കും? ഒരു ഒറ്റയ്ക്കുള്ളൊരു സ്ത്രീ എങ്ങനെ പ്രതികരിക്കും? പറ്റില്ല. സ്ത്രീ എന്ന് പോട്ടെ, പുരുഷന് പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെ ഒരു സ്ത്രീ? അത് ഇനി മുമ്പ് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാര്യം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും പ്രബലന്മാരിരുന്ന് ഇങ്ങനെ പറയുമ്പം അവർക്കെതിരെ പറഞ്ഞാൽ ഇൻഡസ്ട്രി മുഴുവൻ എഗെയിൻസ്റ്റ് ആവും എന്നാണല്ലോ പൊതുവേ നമുക്ക് തോന്നുന്നത്. ഇൻഡസ്ട്രി മുഴുവൻ ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും വരുമ്പോൾ അവരോടെല്ലാം ഇവർ പറയുന്നത് തന്നെ ഇൻഡസ്ട്രി മുഴുവൻ എതിരാവുവേ, ഇനി പടം കിട്ടില്ലേ, ഇനി വെറും തെറ്റിദ്ധരിപ്പിക്കലാണിത്. ഇത് മാനിപ്പുലേഷനാണിത്, മാനിപ്പുലേഷൻ. എന്നിട്ട് ഞാൻ പടം ചെയ്യുന്നില്ലേ? ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പടം കിട്ടില്ല എന്ന് പറയുമ്പോഴും ഞാനാണല്ലോ അവരെ എതിർത്ത് നിൽക്കുന്നത്. ഞാൻ പടം ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? എന്ത് ചുക്ക് ചെയ്യാൻ പറ്റി അവർക്ക്? ഞാൻ പടം ചെയ്യുന്നുണ്ട്, എൻ്റെ പടം നടക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരാളെയും ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണോ ഏകദേശം 10 മാസങ്ങൾക്ക് മുമ്പ് KFPയിൽ നിന്ന് സന്ധ്യ തോമസിനെ പുറത്താക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത്? അതെ, തിരിച്ചു ചോദിച്ചപ്പോഴേക്കും ഷോക്കോസ് നോട്ടീസ് വന്നു. ഷോക്കോസ് നോട്ടീസിനുള്ള കാരണം എന്ന് പറയുന്നത് സുരേഷ് കുമാറിനോട് ഞാൻ ചോദിച്ചതാണ്. നിങ്ങളാരും എഴുന്നള്ളിച്ചുകൊണ്ട് വന്ന് സിനിമ ചെയ്തവരല്ലല്ലോ ഞങ്ങളുടെ സ്വന്തം രീതിയിൽ പടം ചെയ്തവരാണ്, അതുകൊണ്ട് ഞങ്ങളെ ഇൻകോമ്പിറ്റൻ്റ് ആയിട്ട് കാണണ്ട എന്ന് ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചതാണ് എന്നെ പുറത്താക്കാനുള്ള ഷോക്കോസ് നോട്ടീസിൻ്റെ കാരണം. മാടമ്പികളാണ് അത് ആണ്, പക്ഷെ മാറാനുള്ള സമയമായി, മാറണം. അത് അവർ മാറിയില്ലെങ്കിൽ അവരുടെ വീട്ടുകാർ, മക്കള്, പെൺകുട്ടികളുള്ളവരല്ലേ, അല്ലെ ഭാര്യമാർ പറഞ്ഞു കൊടുക്കണ്ടേ? എൻ്റെ പ്രായത്തിലുള്ള മക്കളുള്ള ആൾക്കാരാണ് അവരൊക്കെ. ഇപ്പൊ ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും നമ്മൾ ഈ അടുത്തത് കാണാൻ പോകുന്ന ഒരു സ്റ്റാറ്റസ്? എന്തായിരിക്കും കോടതി തീരുമാനിക്കേണ്ടത്? കോടതിയിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പം പ്രഥമ ദൃഷ്ട്യാ ഒരു നീതികേടാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നീതിപീഠത്തിൽ വിശ്വസിക്കുന്നു. എന്ത് സംഭവിച്ചാലും കാര്യം നിന്നാൽ ഞാൻ ജയിക്കുമെന്ന് ഉറപ്പാണ്. അതെന്താണ് ഈ ഗ്രൗണ്ട് സപ്പോർട്ടിനെ പറ്റി ഇത്രയും ഉറപ്പ്? അതെവിടെ നിന്ന് വരുന്നത്? അത് ഞാൻ എല്ലാ നിർമ്മാതാക്കളോടും ഞാൻ സംസാരിച്ചു. എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. ഇവർ ഈ കോക്കസ് ഒഴിച്ച് അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ കോക്കസ് എന്ന് പറയുന്ന 10-15 പേരാണ്. ഇവർക്ക് എല്ലാവർക്കും 5 വോട്ട് 4 വോട്ട് വെച്ചുണ്ട്. അതിൻ്റെ കുറച്ച് വോട്ട് പിടിക്കുമായിരിക്കും അവര് പറയുമ്പം. ഓക്കെ, എനിക്ക് ഇത്ര വോട്ടുണ്ട്, പക്ഷെ സത്യാവസ്ഥ എന്താ? ഒരാൾക്ക് 5 വോട്ട് വെച്ചുണ്ട് അവർക്ക്. ബാക്കിയുള്ളവർക്കൊക്കെ ഒറ്റ വോട്ടേ ഉള്ളൂ. അതാണ് പിടിച്ചോട്ടെ, എന്നാ പോലും ഞാൻ ജയിക്കും. അതാണ് ഈ മത്സരം വെക്കൂ എന്നിട്ട് സംസാരിക്കൂ എന്നുള്ള പറയാനുള്ള കോൺഫിഡൻസിന്റെ കാര്യം. അതെ, അതില്ലാത്തത് കൊണ്ടല്ലേ അവര്. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഞാൻ തോക്കുമെന്ന് അവർക്ക് ഉറപ്പാണെങ്കിൽ എന്നെ അവർ നിർത്തി തോപ്പിച്ചാ പോരെ. ഒരു പ്രതിപക്ഷത്തെ പോലെ അവർ ഭയക്കുന്നുണ്ട്. പിന്നെ അവര് എപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എതിരില്ലാതെ ജയിക്കാൻ അവർ നോക്കുന്നത്. ഓപ്പോസിറ്റ് വരുന്ന നോമിനേഷൻ കൊണ്ടുവരുന്ന ആളെ ഒന്നിലെ പൈസ കൊടുത്ത് ഒതുക്കും, അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഒരു കീ പോസ്റ്റ് കൊടുത്ത് അവരെ ഒതുക്കും. ഇതാണ്. അല്ലെങ്കിൽ അവർക്ക് ചേംബറിൽ പൊസിഷൻ കൊടുക്കും. ഈ ബാർഗൈനിങ് ഇങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞത്, എല്ലായിടത്തും ഒരേ ആൾക്കാരായിരിക്കുന്നേ. ഈ ബാർഗൈനിങ് എന്ന് പറയുന്നത് ഇവരിവിടെ നോമിനേഷൻ കൊടുക്കുമ്പോൾ അപ്പുറത്ത് പോസ്റ്റ് തരാമെന്ന് പറയും. കാര്യം ഇവിടെ ശരിക്കും ഇപ്പം അപ്പുറത്തേക്കുള്ള, അതായത് ചേംബറിലേക്കുള്ള തുണിയും പ്രസിഡന്റിന്റെ തുണിയും തയ്പ്പിച്ചിരിക്കുകയാണ് അനിൽ തോമസ്. മനസ്സിലായി? അനിൽ തോമസ് അവിടെ പ്രസിഡന്റ് ആവാൻ വേണ്ടി എന്ത് യോഗ്യതയുണ്ട് അനിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തിക്ക് കേരള ചേംബറിന്റെ പ്രസിഡന്റ് ആവാനായിട്ട്? ഏത് പടമാണ് ചെയ്തത്? ആകെപ്പാടെ മിന്നാമിനിങ് എന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ടൈറ്റസ് എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറെ പറ്റിച്ചുണ്ടാക്കിയ സിനിമ. സെൻസർ സർട്ടിഫിക്കറ്റിന് വേണ്ടി മറ്റൊരു നിർമ്മാതാവിനെ പറ്റിച്ചുണ്ടാക്കിയേക്കുന്നതാണ് അതൊക്കെ. അല്ലാതെ ശരിക്കും ഈ പറയുന്ന അനിൽ തോമസ് ഒന്നും നിർമ്മാതാവല്ല. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കെട്ടിടവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. അവിടുത്തെ മുറികൾ അനധികൃതമായി ഉപയോഗിക്കുന്നു, അവിടെ പല രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നു, ലൈംഗികപരമായി പോലും. അതിനെപ്പറ്റിയൊക്കെ എന്ത് രീതിയിലാണ് ഇനി വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാൻ പോകുന്ന ഭാവിയിൽ? അതായത് എൻ്റെ ഒരു ഇഷ്യൂ വന്നിരുന്നല്ലോ, ആ സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്.
അന്ന് ഇത് ആരും സംസാരിച്ചില്ല, അത് വിട്ടു. മീഡിയ പോലും ഏറ്റെടുത്തില്ല. ഏറ്റെടുക്കരുന്ന മീഡിയയ്ക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വിട്ട് കളഞ്ഞു. പക്ഷേ ഇന്ന് അസോസിയേഷനിൽ തന്നെ മറ്റു പല അംഗങ്ങളും കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ നടക്കുന്നുണ്ട്, അതിനെതിരെ അതിന് മറുപടി തരണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നടക്കുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ബിൽഡിങ്ങിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതൊരു വാസ്തവമാണ്. അത് അതുകൊണ്ടൊക്കെ തന്നെയല്ലേ അവർക്ക് ഈ അധികാരം വിട്ടുതരാൻ മടി. അവിടുത്തെ ബിൽഡിങ്ങുകളിൽ താമസിക്കുന്നുണ്ട് ഇവർ ദിവസങ്ങളോളം എന്നുള്ള ആരോപണവും ഈ പറഞ്ഞ പ്രൊഡ്യൂസർ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അത്രയും അധിക ദിവസം ആളുകൾ സ്റ്റേ ചെയ്യുന്നുണ്ട്? ഉണ്ട്. ഓക്കെ. അത് മറ്റുള്ള നിർമ്മാതാക്കൾക്ക് കൊടുക്കുന്നുമില്ല. ഇപ്പം ഒരു സ്ത്രീ നിർമ്മാതാവ് അവർ രാത്രി അവരുടെ മകനെ എയർപോർട്ടിൽ വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴി അസോസിയേഷനിലെ റൂം സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേണമല്ലോ. റൂം തരാമോ, രാവിലെ അവരുടെ വീട് ദൂരെയാണ്, അപ്പം പോകാൻ വേണ്ടി രാവിലെ പൊക്കോളാം, ഇപ്പം രാത്രി റൂം ചോദിച്ചപ്പോൾ കൊടുത്തില്ല. മറ്റൊരു നിർമ്മാതാവിന് ഒരു സ്ത്രീ എന്നുള്ളൊരു കൺസിഡറേഷനെങ്കിലും കൊടുക്കണ്ടായിരുന്നു, ചെയ്തില്ല. മറ്റൊരു നിർമ്മാതാവിന് കൊടുക്കുന്നില്ല. പിന്നെ എന്തിനാ ആ ബിൽഡിംഗ് പണിതിട്ടേക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ബിൽഡിംഗ് പണിതേക്കുന്നത്? അതുകൊണ്ട് ആർക്കാ ഉപയോഗം? ഈ എല്ലാ മാസവും കണക്ക് ബോധിപ്പിക്കുന്ന ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടെന്നൊരു നിമിഷം നിർത്തലാക്കി. അതിന് പിന്നത്തെ കാരണം വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെയും. കാരണം വളരെ ക്ലിയർ ആണല്ലോ. ലിസ്റ്റിനാണ് അതിൻ്റെ കാരണം. അത് നിർത്തലാക്കിയതിൻ്റെ കാര്യം ലിസ്റ്റിൻ്റെ 2 സിനിമകൾ വന്നപ്പോൾ നിർത്തി. ലിസ്റ്റിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയും മൂൺ വാക്കും വന്ന സമയത്ത് ഇത് നിർത്തി. അതിനു മുമ്പ് വരെ മറ്റൊരു നിർമ്മാതാവിൻ്റെ ലാഭവും നഷ്ടവും വെളിയിൽ വന്ന് പറയാൻ ഇവർക്ക് എന്തധികാരം? എന്തിനാണ് ഇവരത് പറയുന്നത്? ഇവരെ ആരാ ഏർപ്പെടുത്തിയത്? മറ്റൊരു നിർമ്മാതാവ് അത് അതും ശരിയായ കണക്കല്ല. എന്തിനാണ് അങ്ങനെ വന്ന് പറഞ്ഞത്? അത് ഇതിൻ്റെ OTTയെയും അതിൻ്റെ സെയിലിനെയും എല്ലാം ബാധിക്കുമല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഏറ്റവും വലിയ സ്കാം ഈ ആളെ കയറ്റുന്ന പരിപാടി അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ലേ? എന്നിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ലിസ്റ്റിന് നഷ്ടമൊന്നുമില്ല, ആളെ കയറ്റിയാലും ലിസ്റ്റിന് നഷ്ടമൊന്നുമില്ല. എല്ലാ പടത്തിനും ലിസ്റ്റിന് ആളെ കയറ്റി പടം വിജയമാക്കി കാണിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഇറങ്ങിയ പടങ്ങളെല്ലാം വിജയമാണെന്ന് ലിസ്റ്റിൻ കാണിക്കുന്നത് എങ്ങനെയാണ്? തിയേറ്റർ ഫുൾ ഹൗസ് ആക്കി ആളെ കയറ്റിക്കൊണ്ടിരിക്കുക. ലിസ്റ്റിന് എന്താ നഷ്ടം? ടാക്സ് മാത്രമല്ലേ നഷ്ടമുള്ളൂ. പ്രൊഡ്യൂസർ ലിസ്റ്റിൻ, ഡിസ്ട്രിബ്യൂട്ടർ ലിസ്റ്റിൻ, തിയേറ്റർ ഓണർ ലിസ്റ്റിൻ. അപ്പോൾ ഈ പൈസ എല്ലാം ലിസ്റ്റിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. ഇറക്കുന്ന പൈസ ആകെ നഷ്ടം ഈ ടാക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പടം വിജയമാക്കി കാണിക്കുമ്പോൾ അവിടെ ലാഭം എന്താണ്? OTTയും സാറ്റലൈറ്റും വലിയ വിലയ്ക്ക് വിൽക്കാം. കുറച്ച് സ്ത്രീ പ്രൊഡ്യൂസേഴ്സ് കൂടി ഉണ്ടല്ലോ നമുക്ക്, സാന്ദ്ര അല്ലാതെ. ഇപ്പോൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ സോഫിയ ഉണ്ട്, അല്ലെങ്കിൽ ഷീലു എബ്രഹാം ഉണ്ട്, അങ്ങനെ കുറച്ചധികം പേരുണ്ട്. ഇവരുടെയൊക്കെ ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ചേർത്ത് നിർത്തൽ ഏത് വിധത്തിലാണ്? മാനസികമായി ഈ പറഞ്ഞ 2 പേരുടെയും മാനസിക പിന്തുണ എനിക്ക് വളരെ ശക്തമായിട്ടുണ്ട്. പക്ഷെ പുറത്തേക്ക് വന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും. പിന്നെ ഷീലു ചേച്ചിക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് ഇല്ല, അവരുടെ ഹസ്ബൻഡിനാണ് ഉള്ളത്. ഷീലു ചേച്ചി എനിക്ക് തോന്നുന്നു അമ്മയിലാണ് ഉള്ളത്, ഇവിടെ ഇല്ല. പിന്നെ സോഫി ചേച്ചി തീർച്ചയായിട്ടും ഞാൻ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു സാൻഡ്രയ്ക്ക് വേണ്ടി ഞാൻ വോട്ട് ചെയ്യാൻ വരും. അവിടെയുള്ള അനീതികളും കാര്യങ്ങളെല്ലാം എനിക്കറിയാം. ഞാനും അതിന് ഒരു വിക്റ്റിമാണ്. പക്ഷേ എന്നാൽ പോലും ഞാനിത് വോട്ട് ചെയ്യാൻ പോലും വരണമെന്ന് ഞാൻ ഓർത്തതല്ല. പക്ഷേ സാൻഡ്ര നിൽക്കുന്നുണ്ടെങ്കിൽ സാൻഡ്രയ്ക്ക് വേണ്ടി ഞാൻ വോട്ട് ചെയ്യാൻ വരും എന്ന് സോഫിയ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അറിയുന്നു അവരുടെ പാനലിൽ തന്നെ സോഫിയ ചേച്ചി വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്നുണ്ടെന്ന്, ഈ ഒഫീഷ്യൽ പാനലിൽ. തീർച്ചയായിട്ടും മാനസിക പിന്തുണ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.